അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വിഗ്രഹങ്ങളെ തച്ചുടച്ചുകൊണ്ട് അവ ആരാധനയ്ക്ക് പറ്റിയതല്ലെന്ന് തെളിയിച്ച കഥ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. അവർ, ഇബ്രാഹിം, നീയാണോ ഞങ്ങളുടെ ഇലാഹുകളോട് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു. അദ്ദേഹം, അവയിൽ നിന്നുള്ള വലിയവനാണ് അത് ചെയ്തിരിക്കുക, അവയോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാമല്ലോ, അവ പറയുമെങ്കിൽ പറയട്ടെ എന്ന് മറുപടി കൊടുത്തു. അവർ തല താഴ്ത്തി. അവ സംസാരിക്കുകയില്ലെന്ന് നിനക്കറിയാമല്ലോ എന്ന് അവർ സമ്മതിച്ചു. ഇബ്രാഹിം ചോദിച്ചു, അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കാതെ നിങ്ങൾ ഗുണം ചെയ്യാത്തതും ദോഷമില്ലാത്തതുമായ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ കഴിയാത്തതുമായ വസ്തുക്കളെ നിങ്ങൾ ആരാധിക്കുന്നുവോ? നിങ്ങൾ അള്ളാഹുവിനെ ഉപേക്ഷിച്ചുകൊണ്ട് ആരാധിക്കുന്ന വസ്തുക്കളുടെയും സ്ഥിതി വളരെ ആശ്ചര്യകരമായിരിക്കുന്നു. ഈ ചോദ്യോത്തരങ്ങൾ കൊണ്ട് അവർ നിശബ്ദരായെങ്കിലും സത്യത്തെ സ്വാഗതം ചെയ്യുന്നതിന് പിന്നെയും അവർ തയ്യാറായില്ല. അവർ ഇങ്ങനെ ആർത്തു വിളിച്ചു, ഇവനെ കരിച്ചു കളയുകയും നിങ്ങളുടെ ഇലാഹുകളെ സഹായിക്കുകയുമാണ് നിങ്ങളുടെ ചുമതലയെങ്കിൽ അത് ചെയ്യുകയാണ് വേണ്ടത്. ഇവനെ ശിക്ഷിക്കേണ്ടതിനൊരു അഗ്നികുണ്ഡം ഉണ്ടാക്കുക, ആ അഗ്നികുണ്ഡത്തിലിട്ട് ഇവനെ നിങ്ങൾ ശിക്ഷിക്കണം. ഇങ്ങനെ ഇബ്രാഹിം നബിയെ ശിക്ഷിക്കേണ്ടതിനൊരു അഗ്നികുണ്ഡം തയ്യാറാക്കാൻ നമ്രൂദും കൂട്ടാളികളും സന്നദ്ധരായി. അഗ്നികുണ്ഡം നിർമ്മിക്കേണ്ടതിന് ഏറ്റവും അനുയോജ്യമായ ഒരു പർവ്വതത്തിൻ്റെ താഴ്വാരത്തെ അവർ തിരഞ്ഞെടുത്തു. അവിടെ അതിഭയങ്കരമായ ഒരു അഗ്നികുണ്ഡം തയ്യാറാക്കി. അതിന് 60 ഗജം ആഴമുണ്ടായിരുന്നു. അതിൽ വിറക് നിറക്കുവാൻ രാജാവ് പ്രജകൾക്കെല്ലാം സന്ദേശം അയച്ചു. അവരിൽ ഓരോ ആളും ഒരു പുണ്യകാര്യമായി മനസ്സിലാക്കിക്കൊണ്ട് വിറക് നിറക്കാൻ തുടങ്ങി. നേർച്ചയായിട്ട് പലരും വിറക് നിറച്ചു. രോഗശയ്യയിലായിരുന്നവർ പോലും ഈ അഗ്നികുണ്ഡത്തിലേക്ക് വിറക് കെട്ടുകൾ നേർച്ചയാക്കി തങ്ങളുടെ രോഗത്തിന് ശിഫയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. 1 മാസത്തെ പരിശ്രമം കൊണ്ടാണ് ആ വലിയ അഗ്നികുണ്ഡത്തിൽ വിറക് നിറക്കാനായത്. അനന്തരം രാജാവിന് ഉത്തരവുണ്ടായപ്പോൾ ആ അഗ്നികുണ്ഡത്തിൽ തീ കൊളുത്തി. അഗ്നികുണ്ഡത്തിൽ ധാരാളം നെയ്യ് ഒഴിച്ചത് കൊണ്ട് അത് കത്തിജ്വലിപ്പിക്കാൻ വലിയ വിഷമമൊന്നും ഉണ്ടായില്ല. 7 ദിവസമായപ്പോഴേക്ക് അഗ്നിജ്വാല അത്യുഗ്രമായി.
നെയ്യ് ഒഴിച്ചു എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ വളരെ ഉയരത്തിലും വിസ്തൃതിയിലും അഗ്നിയുടെ ജ്വാല വ്യാപിച്ചത് കാരണം അടുത്തെങ്ങും ആർക്കും നിൽക്കാൻ പറ്റുമായിരുന്നില്ല. അതിൻ്റെ വളരെ ഉയരത്തിലൂടെ പറന്നുപോയ പക്ഷികൾ പോലും ആ തീനാളത്തിൽപ്പെട്ട് കരിഞ്ഞുപോയി. എന്നാൽ ഇബ്രാഹിം നബിയെ കരിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഈ അഗ്നികുണ്ഡത്തിൽ അദ്ദേഹത്തെ എങ്ങനെയാണ് വലിച്ചിടുന്നത് എന്ന്, അല്ലെങ്കിൽ ആ തീൻ്റെ അടുത്തേക്ക് പോകാൻ ഒരാൾക്കും കഴിയില്ല, അത്രയും ദൂരത്തേക്ക് തന്നെ ചൂടുണ്ട്. അതുമായി സമീപിക്കാൻ പ്രയാസമായപ്പോൾ മാത്രമാണ് അവർ ആലോചിച്ചത്, ഇങ്ങനെ ഇയാൾ തീയിലേക്ക് കൊണ്ടുപോയി ഇടണമല്ലോ. അപ്പോൾ യാതൊരു പോംവഴിയും കാണാതെ അവർ വിഷമത്തിലായി. അവസാനം ഇബ്ലീസ് വന്നു ഒരു തെറ്റുവില്ലുണ്ടാക്കി. അതിൻ്റെ പ്രയോഗം അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അതിനു മുമ്പ് ഈ ആയുധം ഉണ്ടാക്കുവാനും പ്രയോഗിക്കുവാനും ആർക്കും അറിയില്ലായിരുന്നു. ഇബ്ലീസിൻ്റെ നിർദ്ദേശമനുസരിച്ച് നബിയുടെ കഴുത്തിൽ പട്ടും ചങ്ങലയും ഇട്ട് ബന്ധിച്ചുകൊണ്ട് അവർ അദ്ദേഹത്തിനെ ഒരു ഉയർന്ന സ്ഥലത്ത് കൊണ്ടുപോയി ആ തെറ്റുവില്ലിൽ ഇരുത്തിയ ശേഷം ആ തെറ്റുവില്ല് മാർഗമായി അദ്ദേഹത്തെ അഗ്നികുണ്ഡത്തിലേക്ക് എഴുതിവിട്ടു. സർവ്വലോക രക്ഷിതാവേ, നിന്റെ ആത്മസഖാവിനെ ഇതാ ദുഷ്ടന്മാർ അഗ്നികുണ്ഡത്തിലേക്ക് എറിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് അപായം നേരിടുന്നതായാൽ പിന്നെ നിന്നെ ആരാധിക്കുന്ന സജ്ജനങ്ങൾ ഭൂലോകത്ത് അവശേഷിക്കില്ല. നിന്റെ അനുവാദം ലഭിക്കുന്ന പക്ഷം അദ്ദേഹത്തിനെ ഞങ്ങൾ രക്ഷിച്ചു കൊള്ളാമെന്ന് മലക്കുകൾ ഉൾപ്പെടെയുള്ള ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും തൽക്ഷണം പ്രാർത്ഥിച്ചു. അപ്പോൾ അല്ലാഹു ഇങ്ങനെ ഉത്തരം നൽകി: ഇബ്രാഹിം എൻ്റെ പ്രത്യേക സഖാവും എനിക്ക് മാത്രം ആരാധന ചെയ്യുന്നവനുമായ സ്ഥിതിക്ക് അവനെ രക്ഷിക്കേണ്ടതായ ചുമതല എൻ്റേതാണ്. എന്നോടല്ലാതെ സൃഷ്ടികൾ ആരോടും ഇബ്രാഹിം സഹായം തേടുന്നതുമല്ല. അതുകൊണ്ട് അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ഏർപ്പാടുകളെല്ലാം തന്നെ ഞാൻ ചെയ്യുന്നതാണെന്ന് അല്ലാഹു അവരോട് പറഞ്ഞു. കാർമേഘങ്ങളുടെ ഭരമേൽപ്പുകാരനായ മലക്ക് മീക്കായിൽ അലൈഹിസ്സലാമും കൂട്ടരും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ ചെന്ന് ഇങ്ങനെ അറിയിച്ചു: ഞങ്ങൾ ഉഗ്രമായ മഴ വർഷിച്ച് ഈ അഗ്നികുണ്ഡത്തെ കെടുത്തിക്കൊള്ളാം, അങ്ങ് അനുവാദം തരികയേ വേണ്ടൂ എന്ന് പറഞ്ഞു. അദ്ദേഹം മറുപടി പറഞ്ഞു: നിങ്ങൾ അതൊന്നും ചെയ്യരുത്. എൻ്റെ സഹായത്തിന് എൻ്റെ രക്ഷിതാവ് മാത്രം മതി. ഞാൻ സർവസ്വവും അവങ്കിൽ അർപ്പിച്ചിരിക്കുകയാണ്. മീക്കായിൽ അലൈഹിസ്സലാമും അനുചരന്മാരും നിരാശപ്പെട്ട് തിരിച്ചു പോയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തെ സന്ദർശിച്ച് വേണ്ടുന്ന സഹായം ചെയ്യാമെന്ന് അദ്ദേഹവും നബി അറിയിച്ചു. എന്നാൽ അദ്ദേഹത്തോടും അതേ മറുപടി തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്. ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വിശ്വാസദാർഢ്യത്തിനൊത്ത സഹായത്താൽ അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ആ സഹായത്തിൻ്റെ രൂപം ഖുർആൻ പറയുന്നത് ഇങ്ങനെ: കുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, അല്ലയോ തീയെ, ഇബ്രാഹിമിന് നീ ശൈത്യവും രക്ഷയുമായി കൊള്ളണമെന്ന് നാം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ അദ്ദേഹത്തിന് നേരെ കുതന്ത്രം പ്രയോഗിക്കാൻ നിശ്ചയിച്ചു. അപ്പോൾ നാം അവരെ നഷ്ടക്കാരാക്കുകയാണ് ഉണ്ടായത്. ശത്രുക്കൾ അദ്ദേഹത്തെ അഗ്നികുണ്ഡത്തിലേക്ക് തള്ളിവിട്ട അതേ അവസരത്തിൽ തന്നെ മലക്കുകൾ തങ്ങളുടെ ചിറകുകൾ ഇടർത്തി അദ്ദേഹത്തെ രക്ഷിച്ചു. ആ അഗ്നികുണ്ഡത്തിൽ ഇബ്രാഹിം നബിയുടെ മുന്നിലായി അതിമനോഹരമായൊരു തടാകം പ്രത്യക്ഷപ്പെട്ടു. ആ തടാകത്തിൽ അദ്ദേഹത്തിന് ആവശ്യമായ ശുദ്ധജലം സ്ഥിതി ചെയ്യുന്നുണ്ടായിരുന്നു. നമ്രൂദിൻ്റെയും കൂട്ടുകാരുടെയും ഉദ്ദേശം തെല്ലും നിറവേറ്റിയിരുന്നില്ല. പ്രസ്തുത തടാകത്തിന് ചുറ്റും വിവിധങ്ങളായ അസംഖ്യം ചെടികളും അതുപോലെ തന്നെ വലിയൊരു പൂന്തോട്ടത്തിൻ്റെ പ്രതീതിയുമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തോന്നി എന്നാണ് പറയപ്പെടുന്നത്. 7 രാപ്പകലുകളിൽ നമ്രൂദും തൻ്റെ അനുയായികളും നോക്കിയപ്പോൾ ഈ തീയുടെ നടുക്കാണ് ഇബ്രാഹിം ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഴുത്തിലും കൈകാലുകളിലും കുടുക്കിയിട്ടിരുന്ന ഇരുമ്പ് വലയങ്ങളെല്ലാം ആ തീയിൽപ്പെട്ട് ദ്രവിച്ചു പോയി.
ജിബിരിയിൽ അലൈഹിസ്സലാം കൊണ്ടുകൊടുത്ത സ്വർഗീയ പരവതാനിയിൽ സ്വർഗീയ ഉടുപ്പുകൾ ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം വിശ്രമിച്ചത്. 7 ദിവസം കഴിഞ്ഞപ്പോൾ അഗ്നികുണ്ഡത്തിലിട്ട ഇബ്രാഹിമിൻ്റെ സ്ഥിതി എന്തായി എന്ന് അറിയണമല്ലോ. അതിനുവേണ്ടി നമ്രൂദ് ചില മന്ത്രിമാരോടൊപ്പം ഒന്ന് പോയി കാണാൻ തീരുമാനിച്ചു. പർവ്വതങ്ങൾ പോലും ദഹിപ്പിക്കാൻ മതിയായ അഗ്നികുണ്ഡത്തെ പരിശോധിക്കുന്നത് എന്തിനാണെന്ന് അവർ അത്ഭുതത്തോടെ ചോദിക്കാതിരുന്നില്ല. ഇബ്രാഹിം ആപത്തൊന്നും കൂടാതെ അഗ്നികുണ്ഡത്തിൽ നിന്ന് പുറത്തു വന്നതായി തനിക്കൊരു സ്വപ്നമുണ്ടായെന്നും അതുകൊണ്ടാണ് പരിശോധന വേണ്ടി വന്നതെന്നും നമ്രൂദ് മറുപടി പറഞ്ഞു. അങ്ങനെ ചില പ്രത്യേക മന്ത്രിമാരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നമ്രൂദ് തന്നെ ഉയരമുള്ള സ്ഥലത്ത് നിന്ന് അഗ്നികുണ്ഡത്തിലേക്ക് നോക്കി. നബി അഗ്നിയുടെ മധ്യത്തിൽ സസുഖം ആസനസ്ഥനായി ആരോടോ ചിലരോട് സംസാരിക്കുന്നത് പോലെ അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു. തീയിൻ്റെ നടുക്കിരുന്നിട്ടാണ് മനസ്സിലാക്കണം. അദ്ദേഹത്തെ തെല്ലു സ്പർശിക്കാതെ 4 പുറങ്ങളിലും തീ ആളി കത്തുന്നുണ്ടായിരുന്നു. നമ്രൂദ് അത്ഭുത വിവശനായതുകൊണ്ട് താൻ അറിയാതെ തന്നെ ഇങ്ങനെ വിളിച്ചു പറയുകയാണുണ്ടായത്: ഇബ്രാഹിമേ, നിൻ്റെ നാഥൻ തന്നെയാണ് സർവശക്തൻ. അവൻ നിൻ്റെയും അഗ്നിയുടെയും ഇടയിൽ ഇങ്ങനെ മറയിട്ടത് അത്ഭുതകരമാണ് എന്ന് പറഞ്ഞു. ഇബ്രാഹിം അലൈഹിസ്സലാം ഇത് കേട്ടപ്പോൾ പറഞ്ഞു: അതേ, നീ പറയുന്നത് ശരി തന്നെയാണ്. നമ്രൂദ് പറഞ്ഞു: നിനക്ക് അവിടെ നിന്നും പുറത്തു വരാൻ കഴിയുമോ? ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു: കഴിയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം യാതൊരു സങ്കോചവും കൂടാതെ അഗ്നികുണ്ഡത്തിൽ നിന്ന് പുറത്തിറങ്ങി നമ്രൂദിൻ്റെ അടുക്കലേക്ക് ചെന്നു. നമ്രൂദ് ചോദിച്ചു: ആരോടാണ് നീ സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു: ഒരു മലക്കിനോട്. അപ്പോൾ നമ്രൂദ് പറഞ്ഞു: നിൻ്റെ നാഥൻ എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് എനിക്ക് ബോധ്യമായി കഴിഞ്ഞിട്ടുള്ളതിനാൽ 40,000 ആടുകളെ ആ നാഥന് ബലിയർപ്പിക്കാൻ ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു: ഒന്നാമതായി നീ മുസ്ലിമായി തീരണം, അതിനുശേഷമല്ലാതെ നിൻ്റെ ബലി സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞു. 4000 മാടുകളെ ബലിയർപ്പിക്കാനാണ് നമ്രൂദ് സന്നദ്ധനായിരുന്നതെന്നും ചില കഥകളിലുണ്ട്. സ്വീകരിക്കട്ടെ സ്വീകരിക്കാതിരിക്കട്ടെ, ഏതായാലും താൻ ബലിയർപ്പിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് 4000 ആടുകളെ അവൻ ബലിയർപ്പിച്ചുവെന്നും കിസ്സകളിലുണ്ട്. 10,000 സ്വർണ്ണ നാണയവും അത്ര തന്നെ വെള്ളി നാണയവും ഇബ്രാഹിം നബിയെ തൻ്റെ ആ ഭീമമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിയവനായ ആ ലോകരക്ഷിതാവിന് വേണ്ടി താൻ ബലിയർപ്പിക്കുന്നതാണെന്ന് നമ്രൂദ് പറഞ്ഞിരുന്നുവെന്നും അപ്പോഴും നബി അത് നിഷേധിക്കുകയാണ് ഉണ്ടായതെന്നും കിസ്സകളിൽ കാണുന്നു. നബി അവനോട് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: എൻ്റെ നാഥൻ അങ്ങനെയുള്ള പ്രതിഫലങ്ങൾ ആഗ്രഹിക്കുന്നവനല്ല. അവൻ്റെ ഔദാര്യത്തിന് യാതൊരു പ്രത്യുപകാരവും അവന് ആവശ്യമില്ല. നിൻ്റെ ധനങ്ങളെല്ലാം അവൻ സൃഷ്ടിച്ചിട്ടുള്ളവയുമാണ്. ഇതും പറഞ്ഞ് നബി അവനുമായി പിരിഞ്ഞു. നമ്രൂദിൻ്റെ മന്ത്രി അയാളോട് പറഞ്ഞു: ഇബ്രാഹിമിനെ അനുഗ്രഹിച്ചത് വാസ്തവത്തിൽ അഗ്നിയാണ്. അഗ്നി എന്ന് പറഞ്ഞ ഒരു മലക്കാണ്. ഇഷ്ടമുള്ളവരെ രക്ഷിക്കാനും അല്ലാത്തവരെ ശിക്ഷിക്കാനും തീക്ക് ശക്തിയുണ്ട് എന്ന് പറഞ്ഞു. മന്ത്രി അത് പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണിലേക്ക് പെട്ടെന്ന് ഇതിൽ നിന്നൊരു തീപ്പൊരി വന്ന് വീണു. അതുമായി അയാളുടെ കണ്ണ് വരെ കരിഞ്ഞുപോയി. അത്രയും കടുപ്പത്തിൽ ആ തീ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നമ്രൂദിൻ്റെ അഗ്നികുണ്ഡം പരിശോധിക്കാൻ അയാൾ പോയപ്പോൾ അവൻ്റെ മകള് അവനെ അനുഗമിച്ചിട്ടുണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അഗ്നികുണ്ഡത്തിൽ സുഖത്തോടുകൂടി ഉപവിഷ്ടനായിരുന്നതും മറ്റും അവളുടെ ദൃഷ്ടിയിൽപ്പെട്ടപ്പോൾ അവൾ പിതാവിനോട് പറഞ്ഞു: അങ്ങക്ക് ഇനിയെങ്കിലും ഇബ്രാഹിമിൽ വിശ്വസിച്ചുകൂടെ എന്ന് ചോദിച്ചു. പിതാവ് മിണ്ടാതിരുന്നു. ഉടൻ തന്നെ അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹനെന്നും ഇബ്രാഹിം അവൻ്റെ ദൂതനാണെന്നും അവൾ അങ്ങ് പരസ്യമായിട്ടങ്ങ് പ്രഖ്യാപിച്ചു. ക്രുദ്ധനായ നമ്രൂദ് ആ മകളെ വധശിക്ഷയ്ക്ക് വിധിച്ചു. എങ്കിലും പൊടുന്നതിനൊരു കാറ്റടിച്ചു. ആ കാറ്റ് അവളെ കാഫ് മലയുടെ ഉപരിഭാഗത്ത് കൊണ്ടുപോയി വിട്ടതിനാൽ
നമ്രൂദിൻ്റെ ശിക്ഷ അവൾ അനുഭവിക്കേണ്ടി വന്നില്ല. നബി അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് കണ്ടപ്പോൾ നമ്രൂദിൻ്റെ ആളുകളിൽ പലരും ഇസ്ലാം സ്വീകരിച്ചു. അക്കൂട്ടത്തിൽ ഇബ്രാഹിം നബിയുടെ ഭാര്യയായി തീർന്ന ഹസ്രത്ത് സാറായും ഉൾപ്പെട്ടിരുന്നു. ഇബ്നു ഇസ്ഹാഖിൻ്റെ അഭിപ്രായത്തിൽ ഹസ്രത്ത് ലൂത്ത് നബിയും അക്കൂട്ടത്തിൽ ഒരാളാണ്. ലൂത്ത് നബി അലൈഹി ഇസ്ലാം ഇബ്രാഹിം നബിയുടെ പിതൃവ്യ പുത്രനുമാണ്. ഹസ്രത്ത് സാറയുടെ പിതാവും അന്ന് ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നതായി ചിലർ അഭിപ്രായപ്പെടുന്നു. സാറാ ബീവിയുടെ പിതാവ് ഇബ്രാഹിം നബിയുടെ മറ്റൊരു പിതൃവ്യനാണെന്നും അദ്ദേഹത്തിന് ഹാറാൻ അക്ബർ എന്ന് പേരായിരുന്നുവെന്നും അവർ പറയുന്നു. എന്നാൽ ഇവർക്കെല്ലാം കിസ്സകളുടെ നിലപാടല്ലാത്ത ചരിത്ര ലക്ഷ്യങ്ങളൊന്നും എവിടെയും ലഭിച്ചിട്ടില്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കണം. ഈ ഹാറാൻ അക്ബർ സ്വന്തം പുത്രിയായ സാറാ ബീവിയെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ശരീഅത്തിനനുസരിച്ച് അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ് കിതാബുകളിൽ കാണപ്പെടുന്നത്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവിടുന്ന് പോയി. അതൊക്കെയാണെങ്കിലും നമുക്ക് നമ്രൂദിൻ്റെ കഥയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഈ നാട്ടിലുള്ള ആളുകളൊക്കെ തന്നെ ഇബ്രാഹിം നബിയെയും വിശ്വസിച്ച് പോയപ്പോൾ നമ്രൂദിന് ഭയങ്കര വാശി. തനിക്ക് ആകാശത്തിൽ പോയി ഇബ്രാഹിമിൻ്റെ അള്ളാഹുവിനെ കൊന്നേ കഴിയൂ എന്ന്, അതുകൊണ്ട് ആകാശാരോഹണത്തിനൊരു മാർഗം കണ്ടുപിടിക്കണമെന്നും കൊട്ടാരത്തിലെ സിൽബന്ദികളായ പണ്ഡിതന്മാരോട് നമ്രൂദ് പ്രസ്താവിച്ചു. അവർ രാജാവിൻ്റെ ഇഷ്ടം സാധിക്കാൻ വല്ല മാർഗവുമുണ്ടോ എന്ന് ഗാഢമായി ആലോചിച്ചു. ഒരു മാർഗമില്ലെന്ന് കണ്ടപ്പോൾ രാജാവിനോട് അവരിങ്ങനെ പറഞ്ഞു: ആകാശം വളരെ ദൂരത്തിലാണ് കാണുന്നത്. എത്രയാണ് ദൂരമെന്ന് നിർണയിക്കാൻ പോലും സാധ്യമല്ല. അതുകൊണ്ട് ആകാശാരോഹണം അസാധ്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അവൻ സ്വയമായി തന്നെ മാർഗമുണ്ടാക്കാമെന്ന് അവരോട് പറഞ്ഞു. അമ്പരചുംബിയായ ഒരു ഉത്തുംഗ ഗോപുരം നിർമ്മിച്ച് ആകാശാരോഹണം സാധിക്കാനാണ് നമ്രൂദ് നിശ്ചയിച്ചത്. അവൻ 3 കൊല്ലം കൊണ്ട് ഭഗീരഥ പ്രയത്നം ചെയ്തുകൊണ്ട് അത്യുന്നതമായ ഒരു ഗോപുരം പണിയിച്ചു. അതിൻ്റെ പൊക്കം 5000 ഗജമായിരുന്നു ഇത്രേ. ആ ഗോപുരത്തിൻ്റെ നെറുകയിൽ കയറി നിന്നുകൊണ്ട് അവൻ ആകാശത്തിലേക്ക് നോക്കി. എന്നാൽ ആ നോട്ടം കൊണ്ട് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോഴുണ്ടാകുന്ന അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായ യാതൊരു അനുഭവവും അവനുണ്ടായില്ല. അത് കാരണം അവൻ നിരാശനായി മടങ്ങിപ്പോന്നു. പിറ്റേ ദിവസം തന്നെ അള്ളാഹു നിയോഗിച്ച ഒരു കാറ്റ് ആ ഗോപുരത്തെ പറത്തി കടലിലായി കളഞ്ഞു. അതോടുകൂടി അവൻ്റെ ജനത പല ഭാഷക്കാരായി മാറി. അതും അള്ളാഹു അവന് നൽകിയ ഒരു പ്രത്യേക പരീക്ഷണമായിരുന്നു. സുറിയാനി ഭാഷ സംസാരിച്ചു വന്ന ആ ജനങ്ങൾ വിവിധ ഭാഷക്കാരായി മാറിയതിനാൽ പരസ്പരം ആശയ കൈമാറ്റത്തിന് അവർ അശക്തരായി ഭവിച്ചു. അത് കാരണം നമ്രൂദിന് സ്വന്തം ജനങ്ങളുമായി ഇടപെടുന്നതിന് പ്രതിബന്ധം നേരിട്ടു. എന്നിട്ടും അവൻ്റെ അഹങ്കാരത്തിന് യാതൊരു കുറവും വന്നില്ല. അവൻ ആകാശാരോഹണ മാർഗം കണ്ടുപിടിക്കുന്നതിൽ തന്നെ വീണ്ടും വ്യാപൃതനായി. അനേക ദിവസങ്ങൾ കഴിയുന്നത് വരെ തുടർച്ചയായി ആലോചിച്ചതിൻ്റെ ഫലമായി അവൻ മനസ്സിൽ മറ്റൊരു മാർഗം തെളിഞ്ഞു വന്നു. അതവൻ പ്രവർത്തനത്തിൽ കൊണ്ടുവന്നത് എങ്ങനെയെന്ന് പറയാം. നമ്രൂദ് ആദ്യമായി 4 പരുന്തുകളെ പിടിച്ചു വളർത്തി. അവയ്ക്ക് മാംസവും മദ്യവുമാണ് ആഹാരമായി കൊടുത്തത്. അവനൊരു പെട്ടി പണിതു. അതിൻ്റെ അടിയിലേക്കും മുകളിലേക്കും വാതിലുകളുണ്ടായിരുന്നു. പെട്ടിയുടെ 4 മൂലകളിലും ഓരോ കുന്തങ്ങൾ തുളച്ച് പിടിപ്പിച്ചു. ആ കുന്തങ്ങളുടെ അറ്റങ്ങളിൽ ഓരോ ശവം പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പരുന്തുകളെ കുറേ ദിവസങ്ങളോളം പട്ടിണി ഇട്ടതിന് ശേഷം പെട്ടിയുടെ 4 കോണുകളിലായി നമ്രൂദ് അവയെ കെട്ടി. അനന്തരം ഒരു ഭൃത്യനെ മാത്രം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നമ്രൂദ് ആ പെട്ടിക്കകത്ത് കടന്നിരുന്നു കൊണ്ട് ആ പരുന്തുകളെ മേൽഭാഗത്തേക്ക് പറപ്പിച്ചു. ഓരോ പരുന്തിൻ്റെയും മീതെ കുന്തത്തിൻ്റെ അറ്റത്ത് ശവമുണ്ടായിരുന്നതിനാൽ
അത് തിന്നാനുള്ള ആർത്തി നിമിത്തം പരുന്തുകൾ നാലും ജാഗ്രതയോടുകൂടി തന്നെ ആകാശത്തിലേക്ക് പറന്നു. ഒരു രാപ്പകൽ സമയം മുഴുവൻ പരുന്തുകൾ പറന്നതിന് ശേഷം നമ്രൂദ് പെട്ടിയുടെ മുകൾ ഭാഗത്തുണ്ടായിരുന്ന വാതിൽ തുറന്ന് മേൽപോട്ട് സൂക്ഷിച്ചു നോക്കി. അപ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ എന്ന പോലെ തന്നെ ആകാശം അതിദൂരെയായിട്ടാണ് കാണുന്നത്. ആ അവസരത്തിലെ താഴ്ഭാഗത്തെ വാതിൽ തുറന്ന് ഭൂമി എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാൻ അവൻ ഭൃത്യനോട് കൽപ്പിച്ചു. ഭൂമി തനി ജലത്തിൻ്റെ രൂപത്തിലാണ് ഇരിക്കുന്നതെന്ന് ഭൃത്യൻ മറുപടി കൊടുത്തു. വീണ്ടും ഒരു ദിവസം കൂടി പരുന്തുകളെ മേൽപോട്ട് വിട്ടു. അങ്ങനെ 2 ദിവസം പറന്നതിൽ പിന്നെയും ആദ്യത്തെ പോലെ തന്നെ ആകാശത്തിലേക്ക് ദൃഷ്ടി തിരിച്ചപ്പോഴും ആകാശത്തിൻ്റെ ഉയർച്ചയ്ക്ക് ഒരു ചുരുക്കവും ഉണ്ടായിട്ടില്ലെന്ന് നമ്രൂദിന് ബോധ്യമായി. അപ്പോഴും കീഴ്ഭാഗത്ത് നോക്കി ഭൂമിയുടെ സ്ഥിതി വിവരിക്കാൻ ഭൃത്യനെ ഏൽപ്പിച്ചു. ഭൂലോകമാസകലം പുകയായിട്ടാണ് കാണുന്നതെന്ന് ഭൃത്യൻ വിശദമാക്കി. അപ്പോൾ നമ്രൂദിന് ആകെ ഒരു പേടി. ഗത്യന്തരമില്ലാതെ കുന്തങ്ങളുടെ തല താഴോട്ട് തിരിച്ചു. ശവങ്ങളെ താഴെ ഘടിപ്പിക്കുവാൻ നമ്രൂദ് ഭൃത്യനോട് കൽപ്പിച്ചു. അത് കാരണം മാംസം തിന്നാനുള്ള ആർത്തിയോടുകൂടി പക്ഷികൾ താഴോട്ട് പറന്നു തുടങ്ങി. അങ്ങനെ അവൻ ഭൂമിയിൽ വന്നിറങ്ങി. എന്നാൽ അതിനുശേഷവും നമ്രൂദ് ഇബ്രാഹിം നബിയോട് വമ്പ് പറയുകയാണത്രേ ചെയ്തത്. നമ്രൂദ് പെട്ടിയിൽ കയറിയപ്പോൾ ഒരു വില്ലും 3 അമ്പുകളും പെട്ടിയിൽ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബദായു സുഹൂർ തുടരുന്ന കഥ ഇങ്ങനെയാണ്. തൻ്റെ മന്ത്രിമാരിൽ കൂടുതൽ വിശ്വസ്തനും ബുദ്ധിമാനുമായിരുന്ന ഒരാളെ നമ്രൂദ് പെട്ടിയിൽ കയറ്റിയിരുത്തി. അനന്തരം പരുന്തുകൾക്ക് മാംസം ഉയർത്തി പിടിച്ചു കൊടുത്തു. അത് തിന്നാനുള്ള ആർത്തിയോടെ അവ മേൽപോട്ട് പറന്നു. 1 മണിക്കൂർ പറന്നപ്പോൾ മന്ത്രിയോട് അവൻ മേൽഭാഗത്തെ വാതിൽ തുറന്നു വെക്കാൻ കൽപ്പിച്ചതനുസരിച്ച് മന്ത്രി ആകാശത്തേക്ക് ദൃഷ്ടി തിരിച്ചു. ആകാശം മുൻസ്ഥിതിയിൽ തന്നെ ഇരിക്കുന്നതായി മന്ത്രിക്ക് അനുഭവപ്പെട്ടു. പിന്നീട് താഴ്ഭാഗത്തെ വാതിൽ തുറന്നുകൊണ്ട് ഭൂമിയെയും മന്ത്രി പരിശോധിച്ചു. അപ്പോൾ ഭൂമി ഒരു വൻ സമുദ്രം പോലെ സ്ഥിതി ചെയ്യുന്നതായി മന്ത്രി പ്രസ്താവിച്ചു. എങ്കിലും മലകളെല്ലാം ധൂമമായിട്ടാണ് മന്ത്രി കണ്ടിരുന്നത്. അനന്തരം വാതിലുകൾ 2 അടച്ചുകൊണ്ട് പരുന്തുകളെ പിന്നെയും പറപ്പിച്ചു. ഏതാനും ദിവസങ്ങളോളം പറന്നതിൻ്റെ ഫലമായി പക്ഷികൾ തളർന്നു കണ്ടപ്പോഴാണ് രണ്ടാമതും അവൻ വാതിലുകൾ തുറപ്പിച്ചത്. അപ്പോൾ ആകാശവും ഭൂമിയും 2 തനി ധൂമങ്ങളായിരുന്നുവെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. അവർ ഇങ്ങനെ കയറിപ്പോയിരുന്നപ്പോൾ ഹേ അള്ളാഹുവിൻ്റെ ശത്രു, എവിടേക്കാണ് യാത്ര എന്നൊരു മലക്ക് വിളിച്ചു ചോദിച്ചു. അപ്പോൾ അയാൾ തന്നെയായിരിക്കും ആകാശത്തിൻ്റെ നാഥൻ എന്ന് നമ്രൂദ് ധരിച്ചു. അവൻ ഉടൻ തന്നെ തൻ്റെ വില്ലു കുലച്ച അസ്ത്രം തൊടുത്തു വിട്ടു. അസ്ത്രം അല്പനേരത്തേക്ക് തൻ്റെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞതിൽ പിന്നെ രക്തം പുരണ്ട നിലയിൽ അത് തിരിച്ചു വന്നു. നമ്രൂദ് അത് കണ്ട് സന്തോഷത്തോടെ ആകാശത്തിൻ്റെ ഇലാഹിനെ താൻ കൊന്നുകളഞ്ഞുവെന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്തു. ആകാശഭൂമികൾക്ക് മധ്യേ സ്ഥിതി ചെയ്യുന്ന ഒരു സമുദ്രത്തിലുണ്ടായിരുന്ന ഒരു മത്സ്യം സ്വമേധയാ ആത്മാർപ്പണം ചെയ്തുകൊണ്ട് അസ്ത്രത്തിന് വിധേയമായിക്കൊണ്ട് നമ്രൂദിനെ അഭിമാനം കൊള്ളിച്ചതായിരുന്നു എന്നാണ് കഥാകർത്താക്കൾ ഈ അസ്ത്രത്തിൽ ചോര പറ്റിയതിനെപ്പറ്റി കാരണമായി പറയുന്നത്. അസീസി ഇങ്ങനെ പറയുന്നു: നമ്രൂദ് ആകാശത്തിലേക്ക് കയറിക്കൊണ്ടിരുന്നപ്പോൾ ഒരു മലക്ക് അവനോട് അവൻ്റെയും ആകാശത്തിൻ്റെയും ഇടയിൽ 500 കൊല്ലത്തെ ദൂരമുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. തുടർന്നുകൊണ്ട് മലക്ക് ഒരൊച്ചയിട്ടതിനാൽ നമ്രൂദിൻ്റെ മന്ത്രി മരിച്ചുപോയി. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം തൻ്റെ ചിറകുകൊണ്ട് പെട്ടിക്കൊരടി കൊടുത്ത് പെട്ടി തൽക്ഷണം സമുദ്രത്തിൽ പതിച്ചു. എങ്കിലും തിരമാലകൾ അതിനെ കരക്കെത്തിച്ചതിനാൽ നമ്രൂദിന് കരക്കിറങ്ങി രക്ഷപ്പെടാൻ സാധിച്ചു. അവൻ്റെ പേടിയുടെ കാരണം നിമിത്തം അവൻ്റെ താടി മുഴുവൻ നരച്ചു പോയിരുന്നു. സ്വന്തം ജനങ്ങൾക്ക് അവർ നമ്രൂദാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധത്തിൽ അവൻ്റെ ആകൃതി മാറിക്കഴിഞ്ഞിരുന്നു. അള്ളാഹു നിയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു കൊടുങ്കാറ്റ് അവൻ്റെ സ്വരാജ്യ മേധാവികളുടെ അടുക്കൽ എത്തിച്ചു കൊടുത്തു എന്നാണ് സൈലബി അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിൻ്റെ ഈ ജയബേരിയൊന്നും സ്വീകരിച്ചില്ലെന്ന് പറയേണ്ടതില്ലല്ലോ. അവസാനം നമ്രൂദ് അദ്ദേഹത്തിനോട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ എൻ്റെ പട്ടാളക്കാരെ തയ്യാറാക്കി
90,000 ചതുരശ്ര കാതം സ്ഥലങ്ങളിൽ അവർ കൂടാരം അടിച്ച് നിലയുറപ്പിച്ചു കഴിഞ്ഞു. അവരോട് നേരിടാൻ നിന്റെ നാഥന് സാധിക്കുമെങ്കിൽ ഇറങ്ങി വരാൻ പറയണം. നബി അതിന് കൊടുത്ത മറുപടി, എൻ്റെ രക്ഷിതാവ് കുൻ എന്ന് കൽപ്പിച്ചാൽ തന്നെ തൽക്ഷണം എന്ത് വേണമെങ്കിലും സംഭവിക്കുമെന്ന് മാത്രമായിരുന്നു. അനന്തരം നബി ഇങ്ങനെ പ്രാർത്ഥിച്ചു, ലോകനാഥ, നിന്നെ മാത്രം ആരാധിക്കണമെന്ന് ഞാൻ ഉപദേശിച്ചത് കാരണമാണല്ലോ ഈ ദുഷ്ടൻ നിന്നോട് സമരം ചെയ്യുന്നത് പോലും ഉദ്ഘോഷിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ഇഷ്ടമനുസരിച്ച് നീ ചെയ്തു കൊള്ളണം. ഉടൻ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ അറിയിച്ചു, അങ്ങയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. താമസം വിന നമ്രൂദ് ശിക്ഷയിലകപ്പെടും. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പർവ്വതങ്ങളിലെല്ലാം നിർമ്മിതമായിരിക്കുന്ന അനേകം സുഷിരങ്ങളിൽ നിന്ന് അനവധി കൊതുകുകൾ കൂട്ടം കൂട്ടമായി പറന്നു വന്ന് വായുമണ്ഡലത്തിൽ ഒരു മേഘം പോലെ സ്ഥിതി ചെയ്തു. ഉടൻ തന്നെ തൻ്റെ സൈന്യം അണിനിരന്നു കഴിഞ്ഞിട്ടുള്ളതായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിനെ അറിയിച്ചു. എന്താ വന്നതെന്ന് മനസ്സിലാക്കണം. വലിയ വലിയ പട്ടാളക്കാരോട് യുദ്ധം ചെയ്യാൻ ഏറ്റവും നിസ്സാരമായ നമ്മൾ കാണുന്ന കൊതുകാണ് വന്നത്. കൊതുകിനെയാണ് അള്ളാഹു പറഞ്ഞു വിട്ടത് നമ്രൂദിനോട് യുദ്ധം ചെയ്യാൻ. ഒരു കറുത്ത മേഘം ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതായി അവന് തോന്നി. ഉടൻ തന്നെ കൊടി ഉയർത്തി പിടിക്കുവാൻ സ്വന്തം സൈന്യത്തോട് അവൻ ആജ്ഞാപിച്ചു. ഓൻ വിചാരിച്ചത് അധികം പട്ടാളം കൂടി വരുവാനാണ്. കൽപ്പന കേട്ടതോടുകൂടി അവൻ്റെ പട്ടാളം യുദ്ധഭേരി മുഴക്കി. കൊതുകുകൾ കൂട്ടം കൂട്ടമായി സൈന്യത്തിലേക്ക് ആഞ്ഞെടുത്തു. ഓരോ പട്ടാളക്കാരൻ്റെ ശിരസിലും ഓരോ കൊതുക് മാത്രം ഇരുന്നു കൊണ്ട് തല തുളച്ച് ശരീരത്തിൽ പ്രവേശിച്ചുകൊണ്ട് ശരീരമാസകലം തിന്നങ്ങും ഒഴിച്ചു. എന്താണ് അതാണ് ഇത് നോക്കണം നിങ്ങൾ. കാരണം ഇവിടെ പട്ടാളമൊന്നുമല്ല വന്നത്. നിസ്സാരമായ കൊതുകുകളെടുത്ത് വരെ മനുഷ്യൻ എത്രത്തോളം ബലഹീനനാണെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. ഈ കൊതുകുകൾ പോയിട്ട് ഇവരുടെ എല്ല് വരെ ഓട്ടപ്പെടുത്തി കളഞ്ഞു. അങ്ങനെ ആ വമ്പിച്ച പട്ടാളം മുഴുവൻ നശിച്ചു. എന്നാൽ പട്ടാളക്കാർ മരിച്ചു എന്നല്ലാതെ അവരുടെ കുതിരകൾക്കോ യുദ്ധസാമഗ്രികൾക്കോ യാതൊരു അപകടവും കേടും പറ്റിയില്ല. നമ്രൂദും അവൻ്റെ കുടുംബങ്ങളും മാത്രം ബാക്കിയായി. തനിക്കും കുടുംബങ്ങൾക്കും രക്ഷ ലഭിച്ചതിൽ നമ്രൂദ് അഭിമാനം കൊള്ളുകയും ചെയ്തു. എനിക്കൊന്നും പറ്റിയില്ലല്ലോ. അങ്ങനെ സന്തോഷിച്ചിരിക്കുന്നതിനിടയിൽ മുടന്തനായ ഒരു കൊതുക്, ആ കൊതുകിൻ്റെ ഒരു കാലൊടിഞ്ഞു പോയി നമ്രൂദിൻ്റെ ചെവിട്ടിൽ ചെന്ന് കടന്നു, ചെവിയിലേക്ക് കടന്നു. നമ്രൂദ് ആ പ്രാണിയെ തോണ്ടിയെടുക്കാൻ ശ്രമിച്ചപ്പോഴേക്ക് അത് തുളച്ച് കയറി തലേൻ്റെ ഉള്ളിലേക്ക് കയറിക്കളഞ്ഞു. അവൻ അതിയായ വേദനയും പരിഭ്രമവും തോന്നി. സ്വന്തം പട്ടാളക്കാരെ മുഴുവൻ കൊന്നൊടുക്കിയ അതേ ശത്രു തന്നെയാണ് തൻ്റെ ശരീരത്തിലും പ്രവേശിച്ചിട്ടുള്ളതെന്ന് അവൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞു. 40 ദിവസങ്ങളോളം ആ കൊതുക് അവൻ്റെ തലച്ചോറ് ആഹാരമാക്കി. കുത്തും നോവും സഹിക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് ഇരുമ്പ് തകിട് ചൂടാക്കി തലയിൽ വെക്കുന്നതിന് പോലും അവൻ നിർബന്ധിതനായിരുന്നു. ആ അവസരത്തിലും ഇബ്രാഹിം നബിയുടെ സത്യോപദേശം സ്വീകരിക്കാൻ അവൻ്റെ അഹങ്കാരം അവനെ അനുവദിച്ചില്ല. അവസാനം അവനും ആ കൊതുകിൻ്റെ കുത്തേറ്റ് മരിച്ചു. സത്യവിശ്വാസം സ്വീകരിക്കുന്നതിന് സന്നദ്ധരായ പലരും നമ്രൂദിനും ഭടന്മാർക്കും നേരിട്ട ആ ആപത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചിരുന്നു. അവർ നമ്രൂദിൻ്റെ രാജ്യഭാരവും സിംഹാസനവും ഏറ്റെടുക്കണമെന്നും ഞങ്ങളെല്ലാവരും അനുസരിച്ച് കൊള്ളുന്നതാണെന്നും ഇബ്രാഹിം നബിയോട് കാല് പിടിച്ചു പറഞ്ഞു എന്നാണ് പിന്നീടത്തെ ചരിത്രം. ഇവിടെ നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വസ്തുത, അള്ളാഹുവിൻ്റെ അനന്തകോടി സൃഷ്ടികൾ, ഈ സൃഷ്ടികളിൽ എന്തുകൊണ്ടും മേലെയാണ് മനുഷ്യനെന്ന് നമുക്കറിയാം. എന്നാൽ പോലും ചില മനുഷ്യർ
ഞങ്ങൾ ദൈവമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അവതാരമാണ്, ഞാൻ സാധാരണ മനുഷ്യനല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ദൈവം, ആ ദൈവത്തിന് ഞാൻ കൊല്ലും, ഞാൻ അവരുടെ പള്ളി പൊളിക്കും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ. ഇവിടെ ഒരു പള്ളി പൊളിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരാധന മുടക്കിയത് കൊണ്ടോ കുറച്ച് ചീത്ത വിളിച്ചത് കൊണ്ടോ പലപ്പോഴും ഒന്നും സംഭവിക്കാറില്ല. കാരണം എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ ഒരംശം താങ്ങാൻ ശരിക്കും ആലോചിച്ചാൽ മനുഷ്യനെ കൊണ്ട് കഴിയില്ല. നിരവധിയായ ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ നമ്രൂദിനെ അള്ളാഹിൻ്റെ ഏറ്റവും നിസ്സാരമായിട്ട് നമ്മൾ കാണുന്ന ജീവി കൊതുക്, ഈ കൊതുകിനെ കൊണ്ടാണ് നമ്രൂദിനെയും പട്ടാളത്തിൽ നശിപ്പിച്ചത്. ആനപ്പടയുമായി കഅബ ഷരീഫ് പൊളിക്കാൻ വന്ന ഒരു അബ്രഹത്ത് രാജാവുണ്ടായിരുന്നു. അവരും പട്ടാളത്തെയും അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് കഅബ ഷരീഫിനെ കാക്കാൻ വേണ്ടി അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ കാക്കാൻ വേണ്ടി വന്നത് അള്ളാഹു ആണോ? അല്ല. അള്ളാഹുവിൻ്റെ സൈന്യമായ മലക്കുകളാണോ? അല്ല. നമ്മുടെ നാട്ടിൽ കാണുന്ന കുരുവികളെക്കാൾ ചെറിയ, ഇവിടെയുള്ളതിൽ ഏറ്റവും ചെറിയ പക്ഷിയാണല്ലോ ഈ അടക്കാ പക്ഷി, കുരുവി എന്നൊക്കെ പറയുന്നത്. അതിനേക്കാൾ ചെറിയ ഒരു തരം പക്ഷികളാണ് ഈ അബാബീൽ പക്ഷികൾ. ഈ പക്ഷികൾ കൊണ്ടുവന്നിട്ട് കടുക് മണീൻ്റെ അത്ര വലിപ്പമുള്ള ഓരോ കല്ല് കൊണ്ടുപോയിട്ട് ഇടുമ്പോഴത്തേക്ക് ആനപ്പടയുടെ ആ നെറുകയിൽ നിന്ന് ഉച്ചിയിൽ നിന്ന് അടിയിലൂടെ കല്ലങ്ങ് പോയപ്പോൾ അവർ വീണ് മരിച്ചു. അതിൽ മിസൈൽ ആക്രമണമാണ് നടത്തിയത് എന്ന് പറയുന്നു. അപ്പോൾ അള്ളാഹുവിന് അവൻ്റെ ഏറ്റവും നിസ്സാരമായ സൃഷ്ടികളെ കൊണ്ട് പോലും നശിപ്പിക്കാൻ കഴിയുന്ന വർഗമാണ് മനുഷ്യൻ. മനുഷ്യൻ അഹങ്കരിക്കും. നമ്മുടെ അടുത്ത് അണുബോംബുണ്ട്, വലിയ വലിയ മിസൈലുകളുണ്ട്, എല്ലാം ഉണ്ട് എന്ന് പറയുന്ന മനുഷ്യനും അള്ളാഹുവിൻ്റെതായ സൃഷ്ടികളെ കൊണ്ട് മനുഷ്യനോടൊരു പ്രതികാരത്തിന് അങ്ങ് ഒരുങ്ങിയാൽ മനുഷ്യൻ ഏറ്റവും നിസ്സാരമാണെന്നാണ് ഈ കഥ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.